തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് തിളങ്ങി നിന്ന നക്ഷത്രമായിരുന്നു മോഹിനി. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ച താരം ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയാണ്. എന്നാൽ കുറച്ചു കാലമായി സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന മോഹിനി അടുത്തിടെ ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ലോകം ആദരിക്കുന്ന സംഗീത വിസ്മയം AR റഹ്മാനോട് തനിക്കുണ്ടായിരുന്ന തീവ്രമായ പ്രണയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമുള്ള മോഹിനിയുടെ വെളിപ്പെടുത്തൽ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 1991-ൽ തമിഴ് സിനിമയിലൂടെയാണ് മോഹിനി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. എന്നാൽ 1992-ൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത നാടോടി എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ നായികയായി മലയാളത്തിൽ എത്തിയതോടെയാണ് താരം കേരളക്കരയുടെ പ്രിയങ്കരിയായി മാറിയത്. ആ കാലഘട്ടത്തിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളായിരുന്നു മോഹിനി. ഗസൽ, സൈന്യം, കാണാക്കിനാവ്, ഈ പുഴയും കടന്ന്, മാന്ത്രിക കുതിര, കുടുംബക്കോടതി, മായപ്പൊന്മാൻ, പഞ്ചാബി ഹൗസ് തുടങ്ങി മോഹിനി അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളാണ് നേടിയത്. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മോഹിനിയുടെ വിവാഹം. വിവാഹശേഷം അഭിനയത്തിന് വലിയൊരു ഇടവേള നൽകിയ താരം ആത്മീയതയിലേക്ക് തിരിയുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ മോഹിനി പ്രത്യക്ഷപ്പെട്ടുള്ളൂ. സത്യൻ അന്തിക്കാട് ചിത്രം ഇന്നത്തെ ചിന്താവിഷയം, സുരേഷ് ഗോപി ചിത്രം കളക്ടർ എന്നിവയായിരുന്നു മോഹിനിയുടെ ശ്രദ്ധേയമായ തിരിച്ചുവരവ് ചിത്രങ്ങൾ. തന്റെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു മോഹിനിക്ക് AR റഹ്മാനോട് കടുത്ത ആരാധന തോന്നിയത്. വെറും ഒരു ആരാധന എന്നതിലുപരി അത് ഭ്രാന്തമായ ഒരു പ്രണയമായിരുന്നുവെന്ന് താരം ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ റഹ്മാൻ ഇന്ത്യൻ സംഗീത ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീതം പോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും മോഹിനിയെ വല്ലാതെ ആകർഷിച്ചിരുന്നു. റഹ്മാനെ വിവാഹം കഴിക്കാൻ പോലും താൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മോഹിനി പറയുന്നത്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു ഇടിത്തി പോലെയാണ് റഹ്മാന്റെ മതം മാറ്റ വാർത്ത എത്തിയത്. ദിലീപ് കുമാർ എന്ന പേര് മാറ്റി അല്ലാ റാഖ റഹ്മാൻ എന്നാക്കിയത് തന്നെ മാനസികമായി തളർത്തിയെന്ന് താരം പറയുന്നു. ദിലീപ് എന്ന പേര് തന്നെ മതിയായിരുന്നു, മതം മാറേണ്ടിയിരുന്നില്ല. അന്ന് ഞാൻ ഹിന്ദുവായിരുന്നു. അദ്ദേഹം മതം മാറിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് വീട്ടിൽ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ എളുപ്പമായിരുന്നു. വഴക്കോ അടിയോ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുമായിരുന്നുവെന്നും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. മോഹിനി പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തത് അങ്ങനെയാണ്. തന്നേക്കാൾ പ്രായത്തിൽ ഇളയതാണ് റഹ്മാൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മോഹിനി ഈ ഇഷ്ടം മനസ്സിൽ കൊണ്ടു നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് എന്നാണ് താരം ആ മതം മാറ്റത്തെ വിശേഷിപ്പിച്ചത്. AR റഹ്മാനെ തന്റെ ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രമേ മോഹിനി നേരിട്ട് കണ്ടിട്ടുള്ളൂ. ആ കൂടിക്കാഴ്ചയാകട്ടെ തികച്ചും അവിസ്മരണീയമായിരുന്നു. റഹ്മാന്റെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ വലിയ മ്യൂസിക് ഷോ നടന്നത് മലേഷ്യയിലായിരുന്നു. ഏകദേശം 40,000-ഓളം കാണികൾ തടിച്ചുകൂടിയ ആ വമ്പൻ ഷോയുടെ അവതാരക മോഹിനിയായിരുന്നു. ഷോ വിജയകരമായി പൂർത്തിയായെങ്കിലും അന്ന് അവിടെ വെച്ച് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാൻ മോഹിനിക്ക് സാധിച്ചില്ല. എന്നാൽ ഷോ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന വിമാനത്തിൽ വെച്ച് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി. 25ഓളം സിനിമാ താരങ്ങൾ ആ വിമാനത്തിലുണ്ടായിരുന്നു. എല്ലാവരും തങ്ങളുടെ സീറ്റുകളിൽ ഇരിക്കുമ്പോൾ റഹ്മാൻ അങ്ങോട്ടേക്ക് വന്നു. കൂടെ ഉണ്ടായിരുന്ന മറ്റ് പ്രമുഖ താരങ്ങളോടൊന്നും സംസാരിക്കാതെ അദ്ദേഹം നേരെ മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുകയും ഹലോ എന്ന അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. ആ നിമിഷം ചുറ്റുമുള്ളവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നുവെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നുവെന്നും മോഹിനി ഓർക്കുന്നുണ്ട്. സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് മോഹിനി ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു. എന്നാൽ പിന്നീട് തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെയും രോഗാവസ്ഥകളെയും അതിജീവിക്കാൻ ആത്മീയത തുണയായെന്നും അങ്ങനെയാണ് താൻ ക്രിസ്തുമതം സ്വീകരിച്ചതെന്നും മുൻപ് താരം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ന് മോഹിനി ഒരു സുവിശേഷക എന്ന രീതിയിലും അറിയപ്പെടുന്നുണ്ട്. തന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും വളരെ പക്വതയോടെയാണ് താരം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അന്ന് റഹ്മാനോട് തോന്നിയ ഇഷ്ടം ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മോഹം മാത്രമായിരുന്നിരിക്കാം. എങ്കിലും അത് തുറന്നു പറയാൻ കാണിച്ച ആർജവം ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ്. മലയാള സിനിമയുടെ ഗൃഹാതുരമായ ഓർമ്മകളിൽ മോഹിനി എന്ന നടിയും അവരുടെ ചിത്രങ്ങളും എന്നും നിലനിൽക്കും. ആരാധകർ എന്നും സ്നേഹിക്കുന്ന ആ നായികയുടെ സ്വകാര്യ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് മലയാളി പ്രേക്ഷകർക്ക് കൗതുകകരമായ ഒരു വാർത്തയായി മാറുന്നുണ്ട്. AR റഹ്മാൻ എന്ന സംഗീത ഇതിഹാസത്തോട് ലോകത്തിനുള്ള ആരാധനയ്ക്കൊപ്പം തന്നെ മോഹിനിയുടെ ഈ വെളിപ്പെടുത്തലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും.